3 ജില്ലകളിൽ റെഡ് അലേർട്ടും 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ കൂടുതൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടാകും. ഇടിമിന്നലോടുകൂടിയ ശക്തമായ കാറ്റും മഴയുമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലുള്ള ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറി അത് ശക്തി പ്രാപിക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ 29-ാം തീയതി വരെ അതിശക്തമായ ഇടിമിന്നലോടുകൂടിയ കാറ്റും മഴയ്ക്കുമുള്ള സാഹചര്യം നിലനിൽക്കുന്നത്. നമുക്ക് മലപ്പുറത്തേക്ക് പോകാം. മലപ്പുറം റെഡ് അലേർട്ട് നിലനിൽക്കുന്ന ജില്ലയാണ്. വിപിൻ സി വിജയൻ ഉണ്ട് മലപ്പുറത്ത് നിന്ന്. വിപിൻ, മലപ്പുറത്തെ സ്ഥിതി എന്താണ്? GK, മുൻകാലങ്ങളിൽ പ്രകൃതിക്ഷോഭം കൊണ്ട് വിറങ്ങലിച്ച ജില്ലയാണ് മലപ്പുറം. അതുകൊണ്ട് തന്നെ മഴ കനക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് നിലമ്പൂർ മേഖലയിൽ അവിടെ ചാലിയാറ് നിറഞ്ഞൊഴുകുകയാണ്. അതിശക്തമായ കുത്തൊഴുക്കാണ് ചാലിയാറിൽ ഉണ്ടാവുന്നത്. തീരെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. അടുത്ത ബന്ധുവീടുകളിലേക്കോ അല്ലെങ്കിൽ പറയുന്ന ക്യാമ്പുകളിലേക്കോ മാറി താമസിക്കണം എന്നുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ നാടുകാണി ചുരത്തിലേക്കൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത ഈ ഘട്ടത്തിൽ വേണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മണ്ണിടിച്ചിലിനുള്ള ഒരു സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓറഞ്ച് അലേർട്ട് ആയിരുന്നു എന്നുണ്ടെങ്കിലും ഇടവിട്ട് കനത്ത മഴ ഇതാണ് ജില്ലയിൽ പൊതുവെ നിൽക്കുന്ന ഒരു കാലാവസ്ഥയുള്ളത്. പുഴകളൊക്കെ തന്നെ നിറഞ്ഞു വരികയാണ്. ഈ നിലമ്പൂർ മേഖലയിൽ തന്നെ ചന്തക്കുന്ന്, ജ്യോതിപ്പടി മുതലായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്നുണ്ട്. ഇപ്പോൾ മണ്ണുപ്പാടത്ത് ഒരു മഹാഗണി മരം വനമേഖലയിൽ നിന്ന് റോഡിലേക്ക് മറിഞ്ഞ് ഏകദേശം 1 മണിക്കൂറോളം അവിടെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ പൊന്നാനിയിലേക്ക് വരികയാണെങ്കിൽ കടൽക്ഷോഭം അവിടെ ഉണ്ടാവുന്നുണ്ട്. ഒപ്പം തന്നെ കാറ്റടിച്ചിട്ട് ഇന്നലെ രാത്രിയൊക്കെ വലിയ രീതിയിലുള്ള കാറ്റായിരുന്നു. അങ്ങനെ അവിടുത്തെ വൈദ്യുതി ബന്ധം താറാപാറായിട്ടുണ്ട്. മലപ്പുറം കോട്ടപ്പടി ടൗണിൽ ഉൾപ്പെടെ വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നു എന്നുള്ളത് കൂടിയാണ് എടുത്തു പറയേണ്ടത്. റെഡ് അലേർട്ട് ആവുമ്പോൾ ഇനി കൂടുതൽ ഒരു ശ്രദ്ധ വേണ്ടതുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഈ തമിഴ്നാട് വനമേഖലയിലും ഒപ്പം തന്നെ വയനാട്ടിലൊക്കെ മഴ കനക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വലിയ ഇമ്പാക്റ്റ് കൂടി ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് നിലമ്പൂർ. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ മഴ പെയ്യുകയാണെങ്കിലും നിലമ്പൂരിലെ ഈ ജലസമ്പന്നങ്ങളൊക്കെ നിറഞ്ഞു കവിയാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നാളെ അവിടെ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളം കയറിയ സാഹചര്യമുണ്ട്. അതുപോലെ മരങ്ങൾ വീഴുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊന്ന് മലപ്പുറം ജില്ലയിൽ ഒന്നാകെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടും പകരം എനിക്കൊന്ന് നിലമ്പൂർ താലൂക്കിൽ മാത്രമാണ് ഇതുവരെ കളക്ടറുടെ അവധി വന്നിരിക്കുന്നത്, അല്ലേ? അതെ, നിലമ്പൂർ താലൂക്കിൽ മാത്രമാണ് അവിടെ. പക്ഷേ പരീക്ഷകൾക്കും റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾക്കും അവധിയില്ല. മറ്റ് പ്രൊഫഷണൽ സ്ഥാപനങ്ങൾക്കും സ്കൂളുകൾക്കും എല്ലാം തന്നെ നാളെ റെഡ് അലേർട്ട് ആയതുകൊണ്ട് തന്നെ അവിടെ മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ പൂർണ്ണമായിട്ടും അവധിയില്ല. നിലമ്പൂർ താലൂക്കിൽ മാത്രമാണ് ഉള്ളത്. മറ്റു പ്രദേശങ്ങളൊക്കെ സുരക്ഷിതം എന്നുള്ളതാണ് ഒരു വിലയിരുത്തലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രദേശത്തേക്ക് മാത്രമായിട്ട് ഇപ്പോൾ ഈ ഒരു അവധി ചുരുക്കിയിരിക്കുന്നത്.